നമസ്കാരം. ദ ഹിന്ദുവുമായുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖവേളയിലെ റിലയൻസ് ഉദ്യോഗസ്ഥനായ ടി.ഡി. സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം സജീവ ചർച്ചയാവുന്നു. CPM MLA ആയിരുന്ന TK ദേവകുമാറിന്റെ മകനാണ് സുബ്രഹ്മണ്യം. ഇതിനപ്പുറം മുൻ SFI നേതാവാണ്. അഭിമുഖത്തിന് സൗകര്യമൊരുക്കിയ കെയ്സൺ ഗ്ലോബൽ എന്ന PR ഏജൻസിയുടെ ഭാഗം പോലുമല്ല സുബ്രഹ്മണ്യം. ഈ വ്യക്തിയാണ് പക്ഷേ വിവാദ ഭാഗങ്ങൾ അഭിമുഖത്തിൽ എഴുതി ചേർത്തത്. കഴിഞ്ഞ വർഷമാണ് സുബ്രഹ്മണ്യൻ റിലയൻസിലെത്തുന്നത്. മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ടെന്നും സൂചനകളുണ്ട്. അഭിമുഖത്തിന് ശേഷം മുഖ്യമന്ത്രി മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ചില വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ നിർദ്ദേശം ലഭിക്കുകയും മുഖ്യമന്ത്രിക്കൊപ്പം കേരള ഹൗസിലുണ്ടായിരുന്ന സുബ്രഹ്മണ്യൻ ഇക്കാര്യം എഴുതി തയ്യാറാക്കി പത്രത്തിന് നൽകുകയായിരുന്നെന്നാണ് പുറത്തുവരുന്ന വിവരം. ഹിന്ദു പ്രതിനിധിക്ക് അഭിമുഖം നൽകുമ്പോൾ യാദൃശ്ചികമായി അവിടെ എത്തിയതെന്നാണ് സുബ്രഹ്മണ്യൻ സുഹൃത്തുക്കളോട് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് അത്തരമൊരു വ്യക്തി തിരുത്തു നിർദ്ദേശിച്ചതെന്നത് ദുരൂഹമായി തുടരുകയാണ്. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാറിന്റെ മകനാണ് സുബുദേവ് എന്ന് വിളിക്കപ്പെടുന്ന സുബ്രഹ്മണ്യൻ. ദേശീയ നേതൃത്വത്തിലുള്ള CPM നേതാക്കളുമായി ഉൾപ്പെടെ ഇയാൾക്കുള്ള അടുപ്പവും പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനുമായി ഏറെ സൗഹൃദമുള്ളയാളാണ് മുൻ SFI നേതാവ് കൂടിയായ സുബു. അതുവഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ PR ദൗത്യത്തിന് സുബുവിനെ ചുമതലപ്പെടുത്തുകയായിരുന്നെന്നാണ് സൂചന. ഹരിയാനയിലെ OP ജിൻഡൻ സർവകലാശാലയിൽ നിന്ന് പബ്ലിക് പോളിസിയിൽ PG പൂർത്തിയാക്കിയ സുബ്രഹ്മണ്യൻ 2018 പ്രൊഫഷണൽ ജീവിതം തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ഐപാക്കിലായിരുന്നു തുടക്കം. അതിനുശേഷം സ്വതന്ത്ര PR പ്രവർത്തനം ഏറ്റെടുത്തു. കേരള കോൺഗ്രസ് എമ്മിനു വേണ്ടിയും കേരളത്തിൽ പ്രചരണ പ്രവർത്തനം ഏറ്റെടുത്തു. CPM നിന്ന് പുറത്താവുകയും പിന്നീട് കോൺഗ്രസിലും തുടർന്ന് കേരള കോൺഗ്രസിലും എത്തിയ പ്രമോദ് നാരായണൻ MLA യുമായും ഇയാൾക്ക് അടുത്ത സൗഹൃദമുണ്ട്. PR ഏജൻസിയായ കെയ്സന്റെ പ്രസിഡന്റ് നിഖിൽ പവിത്രന്റെ കുടുംബപേരുകൾ മാഹിയിലാണ്. മാഹിയിലെ പരാതനായ കണ്ടോത്ത് പവിത്രന്റെ മകനാണ്. കുനൂരിൽ ടീ പ്ലാന്റേഷൻ ഉടമയായിരുന്ന പവിത്രൻ പിന്നീട് കുടുംബസമേതം മുംബൈയിലേക്ക് താമസം മാറ്റി. CPM-വുമായി രാഷ്ട്രീയ ബന്ധം നിഖിലിന് ഇല്ലെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണം കൊഴുപ്പിക്കാൻ സുബുവിന്റെ സഹായം CPM-ന് ലഭിച്ചിരുന്നു. സുബു മുൻകൈയെടുത്തു തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി അഭിമുഖങ്ങൾ സംഘടിപ്പിക്കാൻ കൈസൺ രംഗത്തിറങ്ങുന്നത്.